Good morning students, welcome to the video. In last class we studied RMS value of AC. Next is average value of AC. AC യുടെ average value ആണ് പഠിക്കാൻ പോകുന്നത്. Okay. What is average value of AC? AC യുടെ average value പഠിക്കുന്നതിന് മുമ്പ് average എന്താണെന്ന് നിങ്ങൾക്കും അറിയാം, എനിക്കും അറിയാം. ഇപ്പൊ മൂന്ന് കുട്ടികളുടെ മാർക്ക് എന്ന് പറയുന്നത് 80, 60, 40. So we know that average of 40, 60 and 80 is 40 plus 60 plus 80 divided by 3. That is 180 by 3. That is 60. ഇപ്പോൾ സാധാരണഗതിയിൽ നമ്മൾ ആവറേജ് എടുക്കുന്നത് എങ്ങനെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഇവിടെ 3 മാർക്കുണ്ട്. ആ 3 മാർക്കും തമ്മിൽ ആഡ് ചെയ്തതിനു ശേഷം അതിനെ ടോട്ടൽ നമ്പർ ഓഫ് മാർക്ക് കൊണ്ട് ഡിവൈഡ് ചെയ്യുന്നു. ഇവിടെ ഉള്ളത് 3 മാർക്കാണ്, അതുകൊണ്ട് 3 കൊണ്ട് ഡിവൈഡ് ചെയ്യുന്നു. അപ്പോൾ നമുക്ക് 16 കിട്ടും. അപ്പോൾ ആവറേജ് എന്ന് പറഞ്ഞാൽ മൊത്തം വാല്യൂവിനെ ആഡ് ചെയ്യുക, അതിനെ ടോട്ടൽ നമ്പർ കൊണ്ട് ഡിവൈഡ് ചെയ്യുക. അങ്ങനെയാണ് ആവറേജ് കിട്ടുന്നത്. അങ്ങനെയാണെങ്കിൽ ഒരു എ സി ക്വാണ്ടിറ്റിയുടെ ആവറേജ് എടുക്കുന്നത് എങ്ങനെയാണ്? ഒരു എ സി ക്വാണ്ടിറ്റിയുടെ ആവറേജ് എടുക്കുന്നത് എങ്ങനെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഒരു എ സി ക്വാണ്ടിറ്റിയുടെ ആവറേജ് വാല്യൂ എന്ന് പറഞ്ഞാൽ ഇൻസ്റ്റന്റേനിയസ് വാല്യൂസിന്റെ ആവറേജ് ആണ്. എന്താണ് ഇൻസ്റ്റന്റേനിയസ് വാല്യൂ? വാട്ട് ഈസ് ഇൻസ്റ്റന്റേനിയസ് വാല്യൂ? ഇൻസ്റ്റന്റേനിയസ് വാല്യൂ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വാല്യൂ ഓഫ് എ സി അറ്റ് എ പർട്ടിക്കുലർ മൊമെന്റ്. ഒരു പർട്ടിക്കുലർ മൊമെന്റിലോ അല്ലെങ്കിൽ ഒരു പർട്ടിക്കുലർ ഇൻസ്റ്റന്റിലോ ഉള്ള വാല്യൂവിനെ വിളിക്കുന്ന പേരാണ് ഇൻസ്റ്റന്റേനിയസ് വാല്യൂ. ആദ്യം നമ്മള് I1 ഇൻസ്റ്റന്റിലുള്ള വാല്യൂ എടുക്കുന്നു. I1 ഇൻസ്റ്റന്റിലുള്ള വാല്യൂ എടുക്കുന്നു. അടുത്ത നമ്മൾ I2 ഇൻസ്റ്റന്റിലുള്ള വാല്യൂ എടുക്കുന്നു. I2. പിന്നെ I3 ഇൻസ്റ്റന്റിലുള്ള വാല്യൂ എടുക്കുന്നു. പിന്നെ I4 ഇൻസ്റ്റന്റ്. അങ്ങനെ IN ഇൻസ്റ്റന്റിലുള്ള വാല്യൂ എടുക്കുന്നു. അപ്പോൾ നമ്മൾ I1 ഇൻസ്റ്റന്റിലുള്ള വാല്യൂ എടുത്തു, കറണ്ടിന്റെ I2 ഇൻസ്റ്റന്റിന്റെ വാല്യൂ എടുത്തു, I3 ഇൻസ്റ്റന്റിലുള്ള വാല്യൂ എടുത്തു. അങ്ങനെയാണെങ്കിൽ കറണ്ടിന്റെ ആവറേജ് വാല്യൂ കിട്ടാൻ വേണ്ടി എന്ത് ചെയ്യണം? I ആവറേജ് എന്ന് പറഞ്ഞാൽ, കറണ്ടിന്റെ ആവറേജ് എന്ന് പറഞ്ഞാൽ ഈ I1 ഇൻസ്റ്റന്റിലുള്ള വാല്യൂ പ്ലസ് I2 ഇൻസ്റ്റന്റിലുള്ള വാല്യൂ പ്ലസ് I3 ഇൻസ്റ്റന്റിലുള്ള വാല്യൂ പ്ലസ് അവസാന വാല്യൂവിനെ എന്ത് വിളിക്കും? IN എന്ന് വിളിക്കും. ഡിവൈഡഡ് ബൈ N. N എന്ന് പറഞ്ഞാൽ ടോട്ടൽ നമ്പർ ഓഫ് വാല്യൂസ്. എത്ര വാല്യൂ എടുത്തു? നേരത്തെ നമ്മൾ മാർക്ക് എടുത്തപ്പോൾ ഡിവൈഡഡ് ബൈ 3 ആണ്. അതായത് എത്ര മാർക്കാണ് നമ്മൾ എടുത്തത്. അപ്പോൾ ഇവിടെ ഡിവൈഡഡ് ബൈ N. N എന്ന് പറഞ്ഞാൽ നമ്പർ ഓഫ് വാല്യൂസ്. ഇങ്ങനെയാണ് എ സിയുടെ ആവറേജ് വാല്യൂ കാണുന്നത്. ഓക്കെ, ഇനി നമുക്ക് ഒരു ഡെഫിനിഷൻ വേണം. ആവറേജ് വാല്യൂ ഓഫ് എ സി ഒരു ഡെഫിനിഷൻ പഠിക്കണം. ഓക്കെ, ഇവിടെ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ RMS വാല്യൂ പഠിച്ചപ്പോൾ നമ്മൾ പറഞ്ഞ എന്താണ്? എ സിയുടെ ഡി സി ഇക്വലന്റ് ആണെന്ന് പറഞ്ഞു. എ സിയുടെ ഡി സി ഇക്വലന്റ് ആണെന്ന് പറഞ്ഞു. ഇവിടെ എ സിയുടെ കേസ് ആവറേജ് വാല്യൂ പറയാനും നമ്മളൊരു ഡി സി ഇക്വലന്റ് എടുക്കും.
RMS വാല്യൂ ഓഫ് AC എക്സ്പ്രസ് ചെയ്യാൻ വേണ്ടി അതിന്റെ DC ഇക്വലന്റ് ആണ് നമ്മൾ എടുത്തത്. അതേപോലെ ഇവിടെ ആവറേജ് വാല്യൂ പറയാനും ഒരു DC ഇക്വലന്റ് എടുക്കും. ആ DC ഇക്വലന്റ് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആവറേജ് വാല്യൂ എന്താണെന്ന് ഞാൻ പറഞ്ഞു കഴിഞ്ഞു നേരത്തെ. ഓക്കെ, ഇനി ആവറേജ് വാല്യൂവിന്റെ ഡെഫിനേഷൻ പറയാൻ വേണ്ടി പോവുകയാണ്. ആവറേജ് വാല്യൂ ഓഫ് AC എന്ന് പറയുന്നത് അതിന്റെ DC ഇക്വലന്റ് ആണ് നമ്മൾ ഉദ്ദേശിക്കുന്നത്. എന്താണ് DC ഇക്വലന്റ്? ശ്രദ്ധിക്കുക, ഡെഫിനേഷൻ പറയാൻ പോവുകയാണ്, ശ്രദ്ധിച്ചു കേൾക്കുക. ഓക്കെ, ഒരു AC സർക്യൂട്ട് ഇപ്പോൾ ഇവിടെ AC വോൾട്ടേജ് സോഴ്സ് ഉണ്ട്, AC സോഴ്സ് ആണ്. ആ AC സോഴ്സിൽ നിന്ന് ഒരു AC കറണ്ട് ഒഴുകുന്നുണ്ട്. ഓക്കെ, ഈ കറണ്ട് ഒഴുകുന്നത് 2 മിനിറ്റ് നേരത്തേക്കാണ്. അപ്പോൾ AC സോഴ്സിൽ നിന്ന് ഒരു AC കറണ്ട് ഈ സർക്യൂട്ട് വഴി ഒഴുകുന്നുണ്ട്. അത് ഒഴുകുന്നത് 2 മിനിറ്റ് നേരത്തേക്കാണ്. അങ്ങനെ 2 മിനിറ്റ് നേരം ഈ AC കറണ്ട് ഒഴുകുമ്പോൾ ഈ സർക്യൂട്ടിലേക്ക് എന്തുമാത്രം ചാർജ് ആണ് ട്രാൻസ്ഫർ ചെയ്യുന്നതെന്ന് നോക്കുക. എന്തുമാത്രം ചാർജ് ആണ് ട്രാൻസ്ഫർ ചെയ്യുന്നത് നോക്കുക. RMS വാല്യൂവിന്റെ ഡെഫിനേഷൻ പഠിപ്പിക്കാൻ ഞാൻ പറഞ്ഞപ്പോൾ അവിടെ ഹീറ്റ് ആണ് ട്രാൻസ്ഫർ ചെയ്യുന്നതെന്ന് പറഞ്ഞു. ഇവിടെ നമ്മൾ നോക്കുന്നത് 2 മിനിറ്റ് നേരം ആ AC കറണ്ട് ആ സർക്യൂട്ടിലൂടെ ഒഴുകുമ്പോൾ എന്തുമാത്രം ചാർജ് ആണ് ആ സർക്യൂട്ടിലേക്ക് ട്രാൻസ്ഫർ ചെയ്യുന്നതെന്ന് നോക്കുക. 2 മിനിറ്റ് നേരം AC കറണ്ട് സർക്യൂട്ട് വഴി ഒഴുകുമ്പോൾ എന്തുമാത്രം ചാർജ് ആണ് ആ സർക്യൂട്ടിലേക്ക് ട്രാൻസ്ഫർ ചെയ്യുന്നതെന്ന് നോക്കുക. ഓക്കെ, ഇനി ആ AC സോഴ്സിനെ ഒരു DC കൊണ്ട് റീപ്ലേസ് ചെയ്യുക. ACക്ക് പകരം DC നമ്മൾ ഉപയോഗിക്കുക. അവിടെയും DC കറണ്ട് ഒഴുകുന്നത് സെയിം ടൈം ആയിരിക്കണം, 2 മിനിറ്റ് തന്നെ ആയിരിക്കണം. ഇനി 2 മിനിറ്റ് തന്നെ ആയിരിക്കണം അവിടെയും DC കറണ്ട് ഒഴുകുന്നത്. അങ്ങനെ ഒഴുകുമ്പോൾ ആ AC കറണ്ട് ഒഴുകിയപ്പോൾ എന്തുമാത്രം ചാർജ് ആണോ ഈ സർക്യൂട്ടിലേക്ക് ട്രാൻസ്ഫർ ചെയ്തത്, അത്രയും ചാർജ് ഈ സർക്യൂട്ടിലേക്ക് ട്രാൻസ്ഫർ ചെയ്യാൻ ആവശ്യമായ DCയുടെ വാല്യൂ കണ്ടുപിടിക്കുക. ആ DCയുടെ വാല്യൂ ആണ് ആവറേജ് വാല്യൂ ഓഫ് AC എന്ന് പറയുന്നത്. അപ്പോൾ ആവറേജ് വാല്യൂ ഓഫ് AC നമ്മൾ പറയുന്നത് DC ഇക്വലന്റിലാണ്. DC ഇക്വലന്റിലാണ് ACയുടെ ആവറേജ് വാല്യൂ പറയുന്നത്. അത് എങ്ങനെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആദ്യത്തെ എക്സാമ്പിൾ എന്ന് പറഞ്ഞാൽ ഒരു AC സോഴ്സിൽ നിന്ന് ഒരു സർക്യൂട്ടിലേക്ക് 2 മിനിറ്റ് നേരം ഒരു AC കറണ്ട് ഒഴുകുന്നു. 2 മിനിറ്റ് AC കറണ്ട് ഒഴുകുമ്പോൾ ആ കറണ്ട് സർക്യൂട്ടിലേക്ക് കുറച്ച് ചാർജ് ട്രാൻസ്ഫർ ചെയ്യും. എന്ത് ട്രാൻസ്ഫർ ചെയ്യും? ചാർജ് ട്രാൻസ്ഫർ ചെയ്യും. ഇനി ACയെ റീപ്ലേസ് ചെയ്ത് DC ആക്കുക. അപ്പോൾ ആ DC സോഴ്സിൽ നിന്ന് വീണ്ടും 2 മിനിറ്റ് കറണ്ട് ഒഴുകും. അതായത് രണ്ടിടത്ത് ഒരേ സമയമാണ് കറണ്ട് ഒഴുകുന്നത്, രണ്ടിടത്തും 2 മിനിറ്റ് ആണ്. അങ്ങനെ ഒഴുകുമ്പോൾ സർക്യൂട്ടിലേക്ക് ചാർജ് ട്രാൻസ്ഫർ ചെയ്യും. നേരത്തെ AC എത്രമാത്രം ചാർജ് ട്രാൻസ്ഫർ ചെയ്തോ അത്രയും ചാർജ് ട്രാൻസ്ഫർ ചെയ്യാൻ ആവശ്യമായ DC വാല്യൂ നമ്മൾ കണ്ടുപിടിക്കുക. AC എത്ര ചാർജ് ആണോ ഈ സർക്യൂട്ടിലേക്ക് ട്രാൻസ്ഫർ ചെയ്തത് അതിന് തുല്യമായ ചാർജ് ട്രാൻസ്ഫർ ചെയ്യാൻ ആവശ്യമായ DCയുടെ വാല്യൂ കണ്ടുപിടിക്കുക. DC കണ്ടുപിടിക്കുക.
എ സി എത്ര ചാർജ് ട്രാൻസ്ഫർ ചെയ്തോ അതേ ചാർജ് ട്രാൻസ്ഫർ ചെയ്യാൻ ആവശ്യമായ ഡി സിയുടെ ഇക്വലന്റ് വാല്യൂ കണ്ടുപിടിക്കുക. അതാണ് എ സിയുടെ ആവറേജ് വാല്യൂ എന്ന് പറയുന്നത്. RMS വാല്യൂവിന്റെ ഡെഫിനിഷൻ പഠിപ്പിച്ചപ്പോൾ ഞാൻ പറഞ്ഞത് എ സി ആ സർക്യൂട്ടിലേക്ക് എത്ര ഹീറ്റ് ട്രാൻസ്ഫർ ചെയ്തു സെയിം ഹീറ്റ് ട്രാൻസ്ഫർ ചെയ്യാൻ ആവശ്യമായ ഡി സിയുടെ വാല്യൂ. ഇവിടെ ഹീറ്റിന് പകരം ഞാൻ ഉപയോഗിച്ച വേർഡ് ചാർജ് എന്നാണ്. ഇവിടെ എ സി ആ സർക്യൂട്ടിലേക്ക് എത്ര ചാർജ് ട്രാൻസ്ഫർ ചെയ്തോ സെയിം ചാർജ് ട്രാൻസ്ഫർ ചെയ്യാൻ ആവശ്യമായ ഡി സിയുടെ വാല്യൂ ആണ് ഈ ആവറേജ് വാല്യൂ എന്ന് പറയുന്നത്. അപ്പോൾ ആവറേജ് വാല്യൂവും എ സിയുടെ ആവറേജ് വാല്യൂ നമ്മൾ പറയുന്നത് ഡി സിയിലാണ്. അതിന്റെ ഡെഫിനിഷൻ ഇങ്ങനെയാണ്: ആവറേജ് വാല്യൂ ഓഫ് എ സി കറണ്ട് ഈസ് എക്സ്പ്രസ്ഡ് ബൈ ഡി സി കറണ്ട്. അതറിയാലോ, എ സിയുടെ ആവറേജ് വാല്യൂ എക്സ്പ്രസ് ചെയ്യുന്നത് ഡി സി വെച്ചാണ്. ആവറേജ് വാല്യൂ ഓഫ് എ സി കറണ്ട് ഈസ് എക്സ്പ്രസ്ഡ് ബൈ ഡി സി കറണ്ട്. സ്റ്റഡി എന്ന് ഉദ്ദേശിക്കുന്ന ഡി സി കറണ്ടിനെയാണ്. വിച്ച് വിൽ ട്രാൻസ്ഫർ അക്രോസ് എനി സർക്യൂട്ട് ദ സെയിം ചാർജ് ട്രാൻസ്ഫേർഡ് ബൈ എ സി കറണ്ട് ഡ്യൂറിംഗ് സെയിം ടൈം. എന്ന് പറഞ്ഞാൽ എ സി കറണ്ട് ഒരു സർക്യൂട്ടിലേക്ക് എത്ര ചാർജ് ട്രാൻസ്ഫർ ചെയ്തു സെയിം ചാർജ് ട്രാൻസ്ഫർ ചെയ്യാൻ ആവശ്യമായ ഡി സിയുടെ വാല്യൂ ആണ് ആവറേജ് വാല്യൂ എന്ന് പറയുന്നത്. ഇറ്റ് ഈസ് എക്സ്പ്രസ്ഡ് ബൈ ഡി സി കറണ്ട് വിച്ച് ട്രാൻസ്ഫർ അക്രോസ് എനി സർക്യൂട്ട് ദ സെയിം ചാർജ് ട്രാൻസ്ഫേർഡ് ബൈ എ സി കറണ്ട് ഡ്യൂറിംഗ് സെയിം ടൈം. എ സി കറണ്ട് ഒരു സർക്യൂട്ടിലേക്ക് എന്തുമാത്രം ചാർജ് ട്രാൻസ്ഫർ ചെയ്തോ സെയിം ചാർജ് ട്രാൻസ്ഫർ ചെയ്യാൻ ആവശ്യമായ ഡി സി കറണ്ടിന്റെ വാല്യൂവിനെ വിളിക്കുന്ന പേരാണ് ആവറേജ് വാല്യൂ എന്ന് പറയുന്നത്. ഡെഫിനിഷൻ കാണാതെ പഠിക്കണ്ട, ഈ പറഞ്ഞ പോയിന്റ് ഉപയോഗിച്ച് എഴുതിയാൽ മതി. എ സി കറണ്ട് ഒരു സർക്യൂട്ടിലേക്ക് എന്തുമാത്രം ചാർജ് ട്രാൻസ്ഫർ ചെയ്തോ സെയിം ചാർജ് ട്രാൻസ്ഫർ ചെയ്യാൻ ആവശ്യമായ ഡി സിയുടെ വാല്യൂ ആണ് ആവറേജ് വാല്യൂ എന്ന് പറയുന്നത്. ഇനി അതിനെ നമ്മൾ എക്സ്പ്രസ് ചെയ്യുന്നത് ഐ ആവറേജ് അല്ലെങ്കിൽ ഐ ഡി സി വെച്ചാണ്. ഓക്കെ, അപ്പോൾ നമ്മൾ എക്സ്പ്രസ് ചെയ്യുന്നത് ഓക്കെ ഐ ഡി സി അല്ലെങ്കിൽ ഐ ആവറേജ് എന്ന് പറഞ്ഞാൽ QIM/π ആണ്. ഓക്കെ, QIM/π. QIM/π. ഓക്കെ, അപ്പോൾ ആവറേജ് വാല്യൂവിനെ നമ്മൾ ഡെസിഗ്നേറ്റ് ചെയ്യുന്നത് ഐ ആവറേജ് അല്ലെങ്കിൽ ഐ ഡി സി വെച്ചാണ്. അതിന്റെ വാല്യൂ എന്ന് പറഞ്ഞാൽ QIM/π ആണ്. പൈയുടെ വാല്യൂ നമുക്കറിയാം, Q/3.14. ഓക്കെ, അങ്ങനെ ചെയ്യുമ്പോൾ 0.637 into IM എന്ന് കിട്ടും. അപ്പോൾ ഐ ഡി സി അല്ലെങ്കിൽ ഐ ആവറേജ് എന്ന് പറഞ്ഞാൽ 0.637 into IM. IM എന്ന് പറഞ്ഞാൽ എന്താണ്? ആവറേജ് വാല്യൂ ഓഫ് കറണ്ട്. സോറി, IM എന്ന് പറഞ്ഞാൽ ആവറേജ് വാല്യൂ ഓഫ് കറണ്ട് അല്ല, മാക്സിമം വാല്യൂ ഓഫ് കറണ്ട്. മാക്സിമം വാല്യൂ ഓഫ് കറണ്ട്. കറണ്ടിന്റെ മാക്സിമം വാല്യൂവിനെയാണ് IM എന്ന് പറയുന്നത്. അപ്പോൾ ആവറേജ് വാല്യൂ കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ എന്ന് പറഞ്ഞാൽ ഐ ഡി സി അല്ലെങ്കിൽ ഐ ആവറേജ് എന്ന് പറഞ്ഞാൽ 0.637 into IM. അതായത് IM എന്ന് പറഞ്ഞാൽ മാക്സിമം വാല്യൂ ഓഫ് കറണ്ട്. മാക്സിമം വാല്യൂവിനെ 0.637 കൊണ്ട് ഗുണിച്ചാൽ ഐ ആവറേജ് കിട്ടും. ഓക്കെ, ഇനി ഫേസ് ഡിഫറൻസ്. ഓക്കെ, എന്താണ് ഫേസ് ഡിഫറൻസ് എന്ന് പറഞ്ഞാൽ? ആ വേർഡിനകത്ത് തന്നെ ഇരിക്കുന്നുണ്ട്. അതായത് സെയിം ഫ്രീക്വൻസിയിലുള്ള രണ്ട് ഓൾട്ടർനേറ്റിംഗ് ക്വാണ്ടിറ്റി തമ്മിലുള്ള ഡിഫറൻസ് ഇൻ ഫേസിനെ വിളിക്കുന്ന പേരാണ് ഫേസ് ഡിഫറൻസ് എന്ന് പറയുന്നത്. ഒരേ ഫ്രീക്വൻസിയുള്ള രണ്ട് ഓൾട്ടർനേറ്റിംഗ് ക്വാണ്ടിറ്റീസ് തമ്മിലുള്ള ഡിഫറൻസ് ഇൻ ഫേസിനെ വിളിക്കുന്ന പേരാണ് ഫേസ് ഡിഫറൻസ് എന്ന് പറയുന്നത്. നമ്മൾ രണ്ട് ഓൾട്ടർനേറ്റിംഗ് ക്വാണ്ടിറ്റീസ് എടുക്കുന്നു, രണ്ടും സെയിം ഫ്രീക്വൻസി ആണ്. രണ്ട് സെയിം ഫ്രീക്വൻസിയിലുള്ള
ഓൾട്ടർനേറ്റിംഗ് ക്വാണ്ടിറ്റി തമ്മിലുള്ള ഡിഫറൻസ് ഇൻ ഫേസിനെ വിളിക്കുന്ന പേരാണ് ഫേസ് ഡിഫറൻസ്. രണ്ട് ഓൾട്ടർനേറ്റിംഗ് ക്വാണ്ടിറ്റീസ് എടുക്കുക. അപ്പോൾ വിശദമായിട്ട് ഞാൻ പറഞ്ഞുതരാം. രണ്ട് ഒരേ ഫ്രീക്വൻസിയിലായിരിക്കണം. ഒരേ ഫ്രീക്വൻസിയുള്ള രണ്ട് ഓൾട്ടർനേറ്റിംഗ് ക്വാണ്ടിറ്റീസ് തമ്മിലുള്ള ഡിഫറൻസ് ഇൻ ഫേസിനെ വിളിക്കുന്ന പേരാണ് ഫേസ് ഡിഫറൻസ്. ഒരേ ഫ്രീക്വൻസിയുള്ള രണ്ട് ഓൾട്ടർനേറ്റിംഗ് ക്വാണ്ടിറ്റീസ് തമ്മിലുള്ള ഫേസിലുള്ള വ്യത്യാസത്തെ വിളിക്കുന്ന പേരാണ് ഫേസ് ഡിഫറൻസ്. അവരുടെ രണ്ടുപേരുടെ ഫ്രീക്വൻസി ഒന്നായിരിക്കണം. അങ്ങനെയുള്ള രണ്ട് എ സി ക്വാണ്ടിറ്റീസിന്റെ ഫേസിലുള്ള വ്യത്യാസമാണ് ഫേസ് ഡിഫറൻസ്. ഒരേ ഫ്രീക്വൻസിയുള്ള രണ്ട് ഓൾട്ടർനേറ്റിംഗ് ക്വാണ്ടിറ്റീസിന്റെ ഫേസിലുള്ള വ്യത്യാസമാണ് ഫേസ് ഡിഫറൻസ് എന്ന് പറയുന്നത്. ഓക്കെ.